Okay, good morning, my dear students. Good morning, my dear students. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ എടുക്കുന്ന ഒരു സാറാണ്. അപ്പോൾ നിങ്ങൾ മാത്സിലെ 2-3 ചാപ്റ്റർ പഠിച്ചു എന്ന് സാറ് പറഞ്ഞു. ഓക്കെ, മെട്രിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസും റിലേഷൻസും ആൻഡ് ഫങ്ഷൻസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +1 എക്സാമെല്ലാം എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? +1 എക്സാം എളുപ്പമായിരുന്നു. ഓക്കെ, നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിലോട്ട് പോവുകയാണ്. പുതിയ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ചാപ്റ്ററിൻ്റെ പേര് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, അതിൽ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ച ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാമോ? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നമ്മൾ ലിമിറ്റ്സും നമ്മൾ ഡെറിവേറ്റീവ്സും പഠിച്ചു. ആ ഡെറിവേറ്റീവ്സിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് സൈൻ എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെറിവേറ്റീവ് കണ്ടു, കോസ് എക്സിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലേ? ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ഓരോന്നും ചെയ്തു. ഇങ്ങനെ ഓരോ ഡെറിവേറ്റീവ് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് പഠിച്ചു. ഇനി ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഡെറിവേറ്റീവ് ഫോമുല നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാവരും ഓർമ്മയില്ലേ? ഡെറിവേറ്റീവ് ഫോമുല നമ്മൾ പഠിച്ച ഡെറിവേറ്റീവ് ഫോമുല ഓർമ്മയുണ്ടല്ലോ. ആ ഡെറിവേറ്റീവ് ഫോമുല നമ്മൾ പഠിച്ചു, +1 പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ പഠിച്ചു. +1 പഠിച്ച പ്രോഡക്റ്റ് റൂൾ. ഇപ്പോൾ 2 ഫംഗ്ഷൻസ് എങ്ങനെ വന്നാൽ 2 ഡെറിവേറ്റീവ് എങ്ങനെ കാണാം അല്ലേ? 2 പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് വന്നാൽ എങ്ങനെ ഡെറിവേറ്റീവ് കാണാമെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? +1 കോഷ്യൻ്റ് റൂൾ പഠിച്ചു അല്ലേ? അതായത് കോഷ്യൻ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാമെന്ന് കോഷ്യൻ്റ് റൂൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ +1 പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ തന്നെ റിവേഴ്സ് ആയ ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന് എല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷൻസാണ്. ഓക്കെ, ഡിസ്റ്റപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. കണ്ടിന്യൂറ്റി നമുക്ക് ഈ ലാസ്റ്റ് പഠിക്കാം. നമുക്ക് ഡിഫറൻസിയേഷൻ +1 പഠിച്ചുകൊണ്ട് ഡിഫറൻസിയേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ കണ്ടിന്യൂറ്റി നമ്മൾ തൽക്കാലം ആദ്യം എടുക്കുന്നില്ല. അപ്പോൾ ഡിഫറൻസിയേഷൻ തീർന്നിട്ട് കണ്ടിന്യൂഷൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതായത് ആദ്യമേ കണ്ടിന്യൂഷൻ പറയുന്നതിനെക്കാട്ടി നമ്മൾ ഫസ്റ്റ് +1 പഠിച്ച ഡിഫറൻസിയേഷൻ്റെ ബാലൻസ് തൊട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇനി എല്ലാത്തിനും ഡിഫറൻസിയേഷൻ ഫോമുല എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഡെറിവേറ്റീവ് ഫോമുല ഓർമ്മയുണ്ടോ? ഇതെല്ലാം നമുക്ക് +1 പഠിച്ച എല്ലാം നമുക്ക് +2 ആവശ്യമാണ്. +1 നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതെല്ലാം +2 ആവശ്യമാണോ? ഡിഫറൻസിയേഷൻ ഫോമുല. ഓക്കെ, ലിസൺ. d/dx of derivative of constant. What is derivative of constant? Derivative of constant 0. അപ്പോൾ ഡെറിവേറ്റീവ് 5 എന്ന് വെച്ചാൽ എന്താ ആൻസർ? 0. ഡെറിവേറ്റീവ് ഓഫ് അല്ലേ p, വെറും p ലെറ്റർ p 0. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. ദെൻ d/dx of നമ്മൾ ഡെറിവേറ്റീവ് സൈൻ എക്സ് പഠിച്ചായിരുന്നു. d/dx മീൻസ് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. നമ്മൾ +1 പഠിച്ചു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. d/dx of ഡെറിവേറ്റീവ് ഓഫ് d/dx of cos x. What is d/dx of cos x? ഡെറിവേറ്റീവ് cos x മൈനസ് സൈൻ എക്സ്. cos എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇനി d/dx of tan x. tan x ന്റെ ഡെറിവേറ്റീവ് ഓഫ് tan x എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് tan x sec² x അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് tan x sec² x. നെക്സ്റ്റ് d/dx of cosec x. cosec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cosec x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x. ഇത് +1 പഠിച്ച കാര്യം, ഇതെല്ലാം +1 പഠിച്ചാണേ. മൈനസ് cosec x cot x. Then d/dx of sec x. d/dx of sec x. sec x ന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ sec x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല എന്തുവാ? sec x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല sec x tan x. sec x tan x. Then d/dx of cot x. ഡെറിവേറ്റീവ് ഓഫ് cot x. cot x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec² x.
Okay, listen. But derivative of constant is 0. Derivative of sin x cos x. Derivative of cos x minus sin x. Derivative of tan x c square x. Derivative of cosec x derivative minus cosec x cot x. Or the derivative of sec x tan x. Or the derivative of cot x minus cosec square x minus cosec square x. Okay, then d by dx of plus 1 പഠിച്ചു e raised to x. E raised to x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x ആണ്. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x. Okay, d by dx of e raised to x e raised to x ആണ്. Okay, ക്ലിയർലി ഇത് ഇത്രയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ നോട്ട്സ് ഒരു ഫ്രഷ് ഒരു 2-3 ടീച്ചേഴ്സ് മാത്സ് പഠിപ്പിക്കണമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അപ്പോൾ നോട്ട് ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് മേടിക്കുക. നോട്ട്ബുക്ക് മേടിച്ച് ചാപ്റ്ററിൻ്റെ പേര് കറക്റ്റ് എഴുതുക. എന്നിട്ട് ഈ ഫോമുലാസ് എല്ലാം വീഡിയോ കണ്ടതിന് ശേഷം ഓരോ ഫോമുലാസും കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, എന്നാൽ നീറ്റായിട്ട് തന്നെ നോട്ട്ബുക്ക് സൂക്ഷിക്കണം. ഓക്കെ, സോ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സി സ്ക്വയർ എക്സ്, then d by dx of cosec x minus cosec x cot x, then d by dx of sec x tan x, then d by dx of cot x minus cosec square x, then d by dx of e raised to x. In the e raised to x derivative e raised to x. Okay, next then d by dx of root x. d by dx of root x. എന്താ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ച ഫോമുല ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. എന്താണ് മക്കളെ? ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഓക്കെ, നെക്സ്റ്റ് d by dx ഓഫ് log x. log x ന്റെ ഡെറിവേറ്റീവ് പഠിച്ചു, +1 പഠിച്ചു. log x ന്റെ ഡെറിവേറ്റീവ് 1/x. വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് log x? 1/x. derivative of log x 1/x. Okay, but d by dx of log e raised to x d by dx of root x 1/2 root x, derivative of log x 1/x. Okay, ഇനി നമുക്ക് ബാക്കി വരുന്ന മുറയ്ക്ക് നമുക്ക് ഫോമുലാസ് പഠിക്കാം. ഈ ഫോമുലാസ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. കാരണം എല്ലാ പ്രോബ്ലംസിലും ഈ ഫോമുലാസ് കയറി വരും. ഓക്കെ, അപ്പോൾ ഫോമുലാസ് നല്ലോണം ബൈ ഹാർട്ട് ചെയ്യണം. ഇപ്പം തന്നെ പഠിക്കണം. നിങ്ങൾ പഠിക്കുന്നതിന് ഇപ്പോഴേ പഠിച്ചിട്ട് തന്നെ അടുത്ത ടോപ്പിക്കിലോട്ട് പോകണം. ചുമ്മാ പഠിക്കാതിരുന്നാൽ ഒന്നും മനസ്സിലാവത്തില്ല. മക്കളെ ഫോമുലാസ് നല്ലോണം ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് d by dx of 1/x നമ്മൾ പഠിച്ചായിരുന്നു. d by dx of 1/x, derivative of 1/x minus 1/x square. What is derivative of 1/x? Derivative of 1/x is minus 1/x square. d by derivative of 1/x minus 1/x square. Clear? നെക്സ്റ്റ് നമ്മൾ +1 പഠിച്ച ഒരു കാര്യമാണ് പ്രോഡക്റ്റ് റൂൾ. അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. പ്രോഡക്റ്റ് റൂൾ നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ പ്രോഡക്റ്റ് റൂൾ? പ്രോഡക്റ്റ് റൂൾ +1 പഠിച്ചാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്. ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എങ്ങനെ, അതിന്റെ ഫോമുല എന്താണ്? സോ d by dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് 2 ഫംഗ്ഷൻ. നമ്മൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എഴുതാം. ഇപ്പോൾ രണ്ടെണ്ണത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എങ്ങനെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഇപ്പോൾ 2 ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആയിട്ട് വന്നാൽ ഇതൊരു ഫംഗ്ഷൻ, ഇതാണ് ഒരു ഫംഗ്ഷൻ, ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ വന്നാൽ അതിന്റെ ഫോമുല ആദ്യം ഫസ്റ്റ് അതിനെ കിട്ടുക. ഫസ്റ്റിന് ഒന്നും ചെയ്യേണ്ട, ഫസ്റ്റ് അതിനെ കിട്ടുക. ഫസ്റ്റ് ഇൻറ്റു ഏത് ഡെറിവേറ്റീവ് എടുക്കുക? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, d by dx ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. നെക്സ്റ്റ് സിമ്പിൾ എന്താണ്? പ്ലസ്. നെക്സ്റ്റ് സെക്കൻഡ് ഇൻറ്റു d by dx ഓഫ് ഫസ്റ്റ്, ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഫോമുല. But d by dx or derivative of product of 2 functions. Derivative of product of 2 functions is equal to first function into derivative of second plus second into derivative of first. Okay, clear? But derivative of product of 2 functions is equal to first function into derivative of second plus second into derivative of first. ഇതാണ് പ്രോഡക്റ്റ് റൂൾ. നമ്മൾ +1 പഠിച്ച കാര്യമാണ്. ഓക്കെ, ഒന്നുകൂടെ സാറ് പറഞ്ഞതേ ഉള്ളൂ.
ഇപ്പോൾ d by dx of first into second is equal to first into derivative of second plus second into derivative of first. Okay. Next, quotient rule. Quotient rule. Quotient rule means derivative of division അല്ലേ. നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു ഫ്രാക്ഷൻ ഫോമിൽ വരും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ വരും അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ആ ഫോമിൽ വരും. നേരത്തെ പ്രോഡക്റ്റ് റൂൾ വന്ന കണക്ക് തന്നെ മറ്റേ പ്രോഡക്റ്റ് റൂൾ കണക്ക് തന്നെ ഡിവിഷൻ ഫോമിൽ ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ ആ ഫോമിൽ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെറിവേറ്റ് ആണെന്ന് നോക്കാം. സോ ലിസൺ, ഡി ബൈ ഡി എക്സ് ഓഫ്, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഡി ബൈ ഡി എക്സ് ഓഫ്, അപ്പം ഫ്രാക്ഷൻ ഫോമിൽ വരുമ്പോൾ എന്താണ്, ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ അനദർ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ന്യൂമറേറ്റർ എന്താ ഡിനോമിനേറ്റർ അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഈ ഫോമിൽ വന്നാൽ ന്യൂമറേറ്റർ എന്നാ ഡിനോമിനേറ്റർ ആസ് ഡി ആർ. അപ്പോൾ ഈ ഫോമിൽ വന്നാൽ നമുക്ക് എങ്ങനെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഫ്രാക്ഷൻ ഫോം, അതായത് ഒരു ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ, അത് ന്യൂമറേറ്റർ അത് ഡിനോമിനേറ്റർ. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താ എങ്ങനെ ഡെറിവേറ്റീവ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിനോമിനേറ്റർ ഇൻറ്റു ഓക്കെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നെക്സ്റ്റ് സിമ്പിൾ മൈനസ്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു d by dx of denominator, the whole divided by denominator square. ഇതാണ് quotient rule. Okay, denominator into derivative of numerator minus numerator into derivative of denominator, the whole divided by denominator square ആണ് ഇതിന്റെ quotient rule. അപ്പോൾ quotient ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലെ, ഒരു ഫംഗ്ഷൻ ബൈ അനദർ ഫംഗ്ഷൻ. അപ്പം ടോപ്പിലുള്ളത് ന്യൂമറേറ്റർ, ബോട്ടം ഡിനോമിനേറ്റർ. ഇപ്പം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോം. അപ്പോൾ എന്താ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് കാണുന്നത്, ആ ഫസ്റ്റ് ഡിനോമിനേറ്റർ അതിനെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. നെക്സ്റ്റ് സിമ്പിൾ എന്താ, നെക്സ്റ്റ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഓക്കെ, എല്ലാവരും ആ ഫോമാറ്റൊക്കെ നോക്കൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കി എല്ലാവരും കറക്റ്റായിട്ട് ആ ഫോമുലാസ് എല്ലാം നമുക്ക് ബൈ ഹാർട്ട് ചെയ്തേ. ഫോമുലാസ് എല്ലാം കറക്റ്റായിട്ട് നോക്കൂ. ഫോമുലാസ് എല്ലാം കറക്റ്റായിട്ട് ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. പ്രോഡക്റ്റ് റൂള്, കോഷ്യന്റ് റൂള്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഫോമുല. ഓക്കെ, ഇതെല്ലാം നമ്മൾ പ്ലസ് 1 പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഈ ഡിഫറൻസിയേഷൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. നമ്മളിപ്പം പ്ലസ് 1 നമുക്ക് വലുതായിട്ട് കുറച്ച് സിമ്പിൾ പ്രോബ്ലംസേ ഉള്ളായിരുന്നു അല്ലേ. ഡെറിവേറ്റീവ് സൈൻ ടു എക്സ് അങ്ങനെയുള്ള സിമ്പിൾസ്. ഇപ്പം കോമ്പോസിറ്റ് ഫംഗ്ഷൻ മീൻസ് ഇപ്പോൾ 2-3 ഫംഗ്ഷൻസ് ഇങ്ങനെ ചേർന്ന് വരും. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എങ്ങനെ, അതായത് പെട്ടെന്ന് എങ്ങനെ ഡെറിവേറ്റീവ് കാണാമെന്നുള്ളതാണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ കോമ്പോസിറ്റ് ആയ ഫംഗ്ഷൻസ് എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്ലസ് 1 നമ്മൾ സിമ്പിൾ പ്രോബ്ലംസ് അല്ലയോ, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, വെള്ളയും ഡെറിവേറ്റീവ് ഓഫ് സൈൻ 2x, അല്ലെങ്കിൽ ഒരു ചെറിയ ക്വസ്റ്റ്യൻ റൂൾ, ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കോമ്പോസിറ്റ് ആകുമ്പോൾ ഫംഗ്ഷൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യും, കൂടും. ഓക്കെ, ഫംഗ്ഷൻസിൻ്റെ എണ്ണം കൂടി അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെ ഡെറിവേറ്റീവ് ചെയ്യാം. ഓക്കെ, കോമ്പോസിറ്റ് ആയുള്ള ഫംഗ്ഷൻസ്, കോമ്പോസിറ്റ് മീൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് കോമ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ ഡെറിവേറ്റീവ് കാണാമെന്ന് ആദ്യം പഠിക്കാം. അപ്പോൾ പ്രോബ്ലംസിലോട്ട് പോകാം. പ്രോബ്ലം ചെയ്യുമ്പോൾ എൻ്റെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. differentiate
differentiate tan root x. The example is here, differentiate tan root x with respect to x. With respect to short form with respect to x. For differentiate tan root x with respect to x. അപ്പോൾ എക്സിൽ ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലെ ഡി ബൈ ഡി എക്സ്. അപ്പോൾ അതുകൊണ്ടാണ് വിത്ത് റെസ്പെക്ട് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ടാൻ റൂട്ട് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് അപ്ലൈ ചെയ്യുക. y ഈസ് ഈക്വൽ ടു പ്രശ്നം പഠിച്ചു y ഈസ് ഈക്വൽ ടാൻ റൂട്ട് എക്സ്. ഇനി ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണണം. ഡിഫറൻഷിയേറ്റ് ചെയ്യണം മീൻസ് ഡെറിവേറ്റീവ് ആണ്. ഇപ്പോൾ ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. all of you okay? എല്ലാവരും നമ്മൾ ആ ഫോർമുലയിലോട്ട് വന്നേ. ഫോർമുല tan x, what is the derivative of tan x? Tan x ന്റെ ഡെറിവേറ്റീവ് sec square x. എല്ലാവർക്കും നമുക്കെല്ലാം അറിയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം tan x ന്റെ ഡെറിവേറ്റീവ് sec square x. ആ ഫോർമുലയല്ലേ ഇത്? tan root x ആ ഫോർമുലയല്ലേ? അപ്പോൾ tan x ന്റേത് sec square x, അങ്ങനെ tan root x ന്റേത് tan root x. tan x sec square x, tan root x yes c square root x. So listen, correct answer. So dy by dx is equal to tan x ന്റേത് c square x ആണ് ഫോർമുല അല്ലേ? tan x ന്റെ ഡെറിവേറ്റീവ് ഫോർമുല c square x ആണ്. അപ്പോൾ tan root x ആകുമ്പോൾ എന്താണ്? sec square root x. ഇത് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയില്ല. ഓക്കെ, ആൻസർ കംപ്ലീറ്റ് ആയില്ല. കാരണം നമുക്ക് അറിയാവുന്ന ഡെറിവേറ്റീവ് ഫോർമുല എന്താണ് മക്കളെ? ഡെറിവേറ്റീവ് ഫോർമുല എന്താണ്? tan x ആണ്. tan x ആണ് c square x. അപ്പോൾ അതിന് ആ tan x ഫോം ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് c square ആ ഡെറിവേറ്റീവ് ഫോമിൽ എഴുതി. പക്ഷേ നിങ്ങൾ നോക്കേ, ഇവിടെ എക്സിന്റെ പ്ലേസിൽ x ആണോ? എക്സിന്റെ പ്ലേസിൽ x ആണോ? എക്സിന്റെ പ്ലേസിൽ x ആയിരുന്നെങ്കിൽ ആൻസർ കറക്റ്റ്. tan x c square x ആൻസർ കംപ്ലീറ്റ്. പക്ഷെ ഇവിടെ tan root x, അപ്പോൾ ആ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? c square root x. പക്ഷേ എക്സിന്റെ പ്ലേസിൽ x അല്ല. എന്താണ് എല്ലാവരും നോക്കി, എന്താണ് ഇവിടെ എക്സിന്റെ പ്ലേസിൽ? എക്സിന്റെ പ്ലേസിൽ ആര് വന്നു? യെസ്, എക്സിന്റെ പ്ലേസിൽ റൂട്ട് എക്സ് വന്നു. അപ്പൊ എക്സിന്റെ പ്ലേസിൽ പകരക്കാരനായിട്ട് ആര് വന്നു? എക്സിന്റെ പ്ലേസിൽ പകരമായിട്ട് വന്നത് റൂട്ട് എക്സ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് കൂടി കണ്ടാലേ ഈ ആൻസർ കംപ്ലീറ്റ് ആവും. ആ പകരക്കാരുടെ ഡെറിവേറ്റീവ് കൂടി കണ്ടാലേ ആൻസർ കംപ്ലീറ്റ് ആവും. സോ എക്സിന് പകരം വന്ന എന്താണ്? റൂട്ട് എക്സ് ആണ്. സോ വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? നമ്മൾ ഫോർമുല എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. വാട്ട് ഈസ് ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ tan x ഫോം അല്ലേ? tan x ഫോം tan x ആയിരുന്നെങ്കിൽ c square x. അതേ ഫോമില് tan root x ആയതുകൊണ്ട് c square root x. ആൻസർ കംപ്ലീറ്റ് ആയില്ല. x ആയിരുന്നെങ്കിൽ ആൻസർ അത്രയേ ഉള്ളൂ. പക്ഷേ x അല്ല. എക്സിന്റെ പ്ലേസിൽ എന്താണ്? എക്സിന്റെ പ്ലേസിൽ റൂട്ട് എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പകരക്കാരന് റൂട്ട് എക്സ് ആയതുകൊണ്ട് നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് കൂടി കാണണം? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് കൂടി കാണണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് റൂട്ട് എക്സ്? 1/2 റൂട്ട് എക്സ്. സോ ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ക്ലിയർ? ദാറ്റ് ഈസ് യുവർ ഫൈനൽ ആൻസർ. എന്താ മക്കളെ? ചില സ്റ്റുഡൻസ് ഈ റൂട്ട് എക്സ് എന്ന് ക്യാൻസൽ ചെയ്യല്ലേ? ഇത് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സി സ്ക്വയർ. ഓക്കെ, ലിസൺ, ആൻസർ സി സ്ക്വയർ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. അപ്പോൾ dy by dx is equal to c square. കറക്റ്റ് ആണ് നോക്കേ. dy by dx is equal to c square root x divided by 2 root x. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ. Yes, next question load po. Yes, second question. Next question. Differentiate root tan x with respect to x. Differentiate tan root x with respect to x. Clear? So listen, tan root x with respect to x. Listen, so previous y is equal to root tan x. Clear? Y is equal to root tan x. Next, ഇത് ഏത് ഫോമാണ്? എല്ലാവരും ആലോചിച്ച് നോക്കി, ഏത് ഫോമാണ്? ഏതെങ്കിലും ഡെറിവേറ്റീവ് ഫോമുല സ്ഥാനം തന്ന ഡെറിവേറ്റീവ് ഫോമുല ഇതുണ്ടോ? യെസ്, റൂട്ട് എക്സ്. ഏത് ഫോമാണ് മക്കളെ? റൂട്ട്
റൂട്ട് എക്സ്. സാർ പറഞ്ഞ റൂട്ട് എക്സ് അല്ലേ, റൂട്ട് എക്സ് ഫോമിൽ കിടക്കുകയല്ലേ ഇത് റൂട്ട് എക്സ് ഫോമിൽ കിടക്കുകയല്ലേ. ഇപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ, ഡി വൈ ബൈ ഡി എക്സ് എന്താ, ഡെറിവേറ്റീവ് എന്താ, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എന്താ മക്കളെ, റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് അല്ലേ. സോ 1/2 റൂട്ട് എക്സ്. പക്ഷെ ഇവിടെ എക്സ് ആണോ റൂട്ട് ടാൻ എക്സ് അല്ലേ. റൂട്ട് എക്സിന്റെ ഫോം റൂട്ട് എക്സിന്റെ അതേ ഫോം ആണെന്നേ ഉള്ളൂ, റൂട്ട് എക്സിന്റെ അതേ ഫോം. സോ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്, ടാൻ എക്സ് ആണ്. അപ്പൊ റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് ടാൻ എക്സ് 1/2 റൂട്ട് ടാൻ എക്സ്. ആൻസർ കംപ്ലീറ്റ് ആയോ, കംപ്ലീറ്റ് ആണോ? അല്ല അല്ലേ, അല്ല. എന്തല്ല, എന്തുകൊണ്ടല്ല? അതായത് ഇവിടെ എക്സിന്റെ പ്ലേസ് റൂട്ട് എക്സ് ഫോം ആണ്. റൂട്ട് എക്സിന്റെ ആയിരുന്നെങ്കിൽ 1/2 റൂട്ട് എക്സ് അല്ലെ, റൂട്ട് എക്സിന്റെ ആയിരുന്നെങ്കിൽ 1/2 റൂട്ട് എക്സ് ആണ്. പക്ഷെ ഇവിടെ എന്തല്ല, റൂട്ട് എക്സ് അല്ല അല്ലെ, റൂട്ട് എക്സ് അല്ല. അപ്പൊ റൂട്ട് എക്സ് അല്ലാത്തതുകൊണ്ട് എക്സിന്റെ പ്ലേസ് എക്സ് അല്ല അല്ലെ, എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ല. എക്സിന്റെ പ്ലേസ് എന്താണ്, എക്സിന്റെ പ്ലേസിൽ എന്താണ് മക്കളെ, എക്സിന്റെ പ്ലേസിൽ എന്താണ്, ടാൻ എക്സ് ആണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ പ്ലേസിൽ ടാൻ എക്സ് ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ ടാൻ എക്സ് ആണ്. സോ അപ്പൊ ആരുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആ എക്സിന്റെ പ്ലേസിൽ വന്ന പകരക്കാരന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലിസൺ, റൂട്ട് ടാൻ എക്സ് എന്ന് വെച്ചാല് ഇവിടെ നോക്കിയ റൂട്ട് ടാൻ എക്സ്. ആ റൂട്ട് ടാൻ എക്സ് ഏത് ഫോമാണ്, റൂട്ട് എക്സ് ഫോമാണ്. ഏത് ഫോമാണ്, റൂട്ട് എക്സ് ഫോമാണ്. എന്താ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. എക്സിന്റെ സ്ഥാനത്ത് ടാൻ എക്സ് ആണ്, 1/2 റൂട്ട് ടാൻ എക്സ്. പക്ഷേ അവിടെ എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ല, എക്സിന്റെ പകരക്കാരൻ ആര് കിടക്കുന്നു, എക്സിന് പകരം ടാൻ എക്സ് കയറി കിടക്കുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിച്ചേക്കുന്നത്, ആ പകരക്കാരന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ആൻസർ ആവും. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്, sec² x അല്ലേ. അപ്പൊ ഇൻറ്റു sec² x. സോ ദ ഫൈനൽ ആൻസർ sec² x divided by 2 root tan x. ഓരോ സ്റ്റെപ്പ് നോക്കിയാ മക്കളെ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി. ഡൗട്ട് ഉണ്ടോ നോക്കി. കറക്റ്റ് ആയിട്ട് നോക്കൂ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി. ഡൗട്ട് ഉണ്ടോ, ഇല്ലല്ലോ. ഒരു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ഫൈൻഡ് dy by dx. ഇങ്ങനെ ഫൈൻഡ് dy by dx. Find dy by dx if y is equal to sin of x² plus 7. Sin of x² plus 7. Sorry, sin of x³ plus 7. Find dy by dx if y is equal to sin of x³ plus 7. അപ്പോൾ നമ്മൾ dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യുക. y-യുടെ വാല്യൂ sin of x³ plus 7 ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാം. y is equal to sin of x³ plus 7. നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യണം, dy by dx കാണണം. യെസ്, ഒന്നുമില്ല. dy by dx sin x ആയിരുന്നെങ്കിൽ എന്താണ് മക്കളെ, sin x ആയിരുന്നെങ്കിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്, cos x. അപ്പൊ sin x ആയിരുന്നെങ്കിൽ ഡെറിവേറ്റീവ് എന്താണ്, cos x. ആ ഫോമിലല്ലേ ഇത്, sin x എന്ന ഫോമിലല്ലേ. അപ്പൊ sin x എന്ന ഫോമിൽ നമ്മുടെ ഡെറിവേറ്റീവ് എന്താണ്, cos x. സോ sin x³ plus 7 പറ, sin x³ plus 7, sin x cos x, sin x³ plus 7 cos x³ plus 7. ആൻസർ കംപ്ലീറ്റ് ആയോ, sin x cos x, sin x³ plus 7 cos x³ plus 7 into listen. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആണോ, എക്സിന്റെ പ്ലേസിൽ എക്സ് ആണോ, അല്ല. എക്സിന്റെ പ്ലേസിൽ എന്താണ്, എക്സിന്റെ പ്ലേസിൽ x³ plus 7 ആണ്. എക്സിന്റെ പ്ലേസിൽ x³ plus 7 ആണ്. അപ്പൊ എക്സിന്റെ പ്ലേസിൽ x³ plus 7 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ x³ plus 7 ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x³ plus 7 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x³
സോ നമ്മൾ ഡെറിവേറ്റീവ് ഫോർമുലയിൽ എഴുതാനുള്ള ഒരു ഫോർമുലയും കൂടെ ഉണ്ട് മക്കൾ. അതുകൂടെ ഡെറിവേറ്റീവ് ഫോർമുല എഴുതണം. ഡി ബൈ ഡി എക്സ് ഓഫ്, ആ ഫോർമുല എഴുതുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ഈ ഫോർമുലയും കൂടെ നമ്മൾ ആദ്യം ഡെറിവേറ്റീവിന്റെ കുറച്ച് ഫോർമുല എഴുതിയ കൂട്ടത്തിൽ ഈ ഫോർമുല എഴുതണം. ഡി ബൈ, അത് നമ്മൾ പ്ലസ് 1 പഠിച്ചാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്താ മക്കളെ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ ഇവിടെ സൈൻ ഓഫ് എക്സ് കോസ് എക്സ്, സൈൻ എക്സിന്റെ എന്താണ്? കോസ് എക്സ് അല്ലേ? അപ്പം സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. സൈൻ എക്സിന്റെ കോസ് എക്സ് ആകുമ്പോൾ സൈൻ എസ് ക്യൂ പ്ലസ് 7 കോസ് എസ് ക്യൂ പ്ലസ് 7. പക്ഷെ എക്സിന്റെ പ്ലേസ് എന്തല്ല? എക്സ് അല്ല, എക്സിന്റെ പ്ലേസ് എന്താണ്? എസ് ക്യൂ പ്ലസ് 7 ആണ്. അപ്പൊ നമ്മൾ പകരക്കാരൻ ആ എക്സിന് പകരം കിടക്കുന്ന എസ് ക്യൂ പ്ലസ് 7 ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എസ് ക്യൂ പ്ലസ് 7, എസ് ക്യൂബ് പ്ലസ് 7 അവിടെ 2 ടേംസ് ഉണ്ട് അല്ലെ? എസ് ക്യൂബ് പ്ലസ് 7 2 ടേംസ് ഉണ്ട്. എസ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആദ്യം കാണാം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് എക്സ് ക്യൂബ്? എസ് ക്യൂബ് ഏത് ഫോമാണ്? എസ് ക്യൂബ് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. എസ് ക്യൂബ് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. എന്താ എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ എക്സ് ക്യൂബ് ആകുമ്പോൾ എന്താവും? എന്നിന്റെ സ്ഥാനത്ത് 3 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആകുമ്പോൾ 3 മൈനസ് 1 അല്ലേ? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് 7 ഡെറിവേറ്റീവ്. 7 ഈസ് എ കോൺസ്റ്റന്റ് അല്ലേ? 7 ഈസ് എ കോൺസ്റ്റന്റ്. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? 0. ഓക്കെ, അപ്പൊ ഇൻറ്റു ഇത്രയും ഇത് മൂന്ന് ഇൻറ്റു ചെയ്യണം. സോ ലിസൺ, സൈൻ എക്സ് കോസ് എക്സ്, സൈൻ എക്സ് ക്യൂ പ്ലസ് 7 കോസ് എക്സ് ക്യൂ പ്ലസ് 7. ആൻസർ കംപ്ലീറ്റ് ആവും ഇല്ല. എക്സിന്റെ പകരക്കാരന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കംപ്ലീറ്റ് ആവും. എന്താണ് എക്സിന്റെ പകരക്കാരൻ? എക്സിന്റെ പകരക്കാരൻ എക്സ് ക്യൂ പ്ലസ് 7 ആണ്. അപ്പൊ നമ്മൾ എക്സ് ക്യൂ പ്ലസ് 7 ഡെറിവേറ്റീവ് ആണ്. ഇനി എസ് ക്യൂ പ്ലസ് 1 ഡെറിവേറ്റീവ് ആണ്. എന്താ എസ് ക്യൂബിന്റെ ഡെറിവേറ്റീവ്? ഏത് ഫോമാണ്? എസ് ക്യൂബ് എക്സ് റൈസ് ടു എൻ ഫോമാണ്. എന്താണ് എക്സ് റൈസ് ടു എന്റെ ഡെറിവേറ്റീവ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ എസ് ക്യൂ ആകുമ്പോഴാണ് മക്കളെ എന്നിന്റെ സ്ഥാനത്ത് 3. അപ്പൊ 3 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1, 3 മൈനസ് 1 പ്ലസ് 7 ഡെറിവേറ്റീവ്. 7 മാത്രമാകുമ്പോൾ എന്താണ്? 7 മാത്രമാകുമ്പോൾ കോൺസ്റ്റന്റ് ആണ്. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? 0. സോ ലാസ്റ്റ് ആൻസർ കോസ് എസ് ക്യൂ പ്ലസ് 7 ഇൻറ്റു 3x സ്ക്വയർ അല്ലേ? ഇവിടെ 3 മൈനസ് 1 അല്ലേ? 3x സ്ക്വയർ. ലാസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് 3x സ്ക്വയർ ഫസ്റ്റ് എഴുതാം. 3x സ്ക്വയർ കോസ് എസ് ക്യൂ പ്ലസ് 7. ഡൗട്ട് ഉണ്ടോ നോക്കി? ഡൗട്ട് ഉണ്ടോ നോക്കിയ മക്കളെ? അപ്പോൾ ഫൈൻഡ് ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഫൈൻഡ് ഡി ബൈ ഡി എക്സ്. ഈ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എസ് ക്യൂ പ്ലസ് 7. നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എസ് ക്യൂ പ്ലസ് 7 എടുത്തു. ഡെറിവേറ്റീവ് കാണണം. സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. അപ്പോൾ സൈൻ എസ് ക്യൂ പ്ലസ് 7 കോസ് എസ് ക്യൂ പ്ലസ് 7 അല്ലേ? ഇനി എക്സിന്റെ സ്ഥാനത്ത് എക്സ് ആണോ? അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് എക്സ് അല്ല, എന്താണ്? എസ് ക്യൂ പ്ലസ് 7 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സിന്റെ പകരക്കാരന് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ എക്സ് ക്യൂബ് പ്ലസ് 7 ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് ക്യൂബ് ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. എന്താ എക്സ് റൈസ് ടു എൻ ഡെറിവേറ്റീവ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പോൾ എസ് ക്യൂബ് ആകുമ്പോൾ 3 ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആകുമ്പോൾ 3 മൈനസ് 1 പ്ലസ് 7. എന്താ 7 ഡെറിവേറ്റീവ്? 0. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് കോസ് എസ് ക്യൂബ് പ്ലസ് 7 3x സ്ക്വയർ. നമുക്ക് 3x സ്ക്വയർ ഫസ്റ്റ് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If y is equal to root of 1 minus 2x square. If y is equal to root of 1 minus 2x square, find dy by dx. എല്ലാവരും മനസ്സിൽ നോക്കി ആലോചിച്ച് നോക്കിയ ക്വസ്റ്റ്യൻ നോക്കി. എല്ലാവരും മനസ്സിലോട്ട് ഈ ക്വസ്റ്റ്യൻ വരട്ടെ. y is equal to root of 1 minus 2x square, find dy by dx. ഓക്കെ, റെഡി അല്ലേ? യെസ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതാം അല്ലേ? തന്നിരിക്കുന്ന ഫംഗ്ഷൻ സാർ y is equal to root of 1 minus 2x square. റെഡി അല്ലേ? ഓക്കെ, യെസ്. ഇനി ഏത് ഫോം? എല്ലാവരും മനസ്സിൽ വരട്ടെ. ഏത് ഫോം? എല്ലാവരും മനസ്സിൽ വന്നോ? ഏത് ഫോമാണിത്? റൂട്ട് എക്സ് ഫോം. ഏത് ഫോമാണ്? റൂട്ട് എക്സ് ഫോം. ആർക്കെങ്കിലും ഇതിന് അഭിപ്രായം ഉണ്ടോ? റൂട്ട് എക്സ് ഫോം ആണല്ലോ. യെസ്, റൂട്ട് എക്സ് ഫോം ആണ്. ഇനി എന്താണ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ 1/2 റൂട്ട് എക്സ്, 1/2 റൂട്ട് എക്സ്. എക്സിന് പകരം എന്താ? യെസ്, 1 minus 2x സ്ക്വയർ.
ക്ലിയർ? റൂട്ട് എക്സ് ഫോം. റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിൻ്റെത് 1/2 റൂട്ട് എക്സ്. സോ 1/2 റൂട്ട് എക്സ്. എക്സ് ഇത്രയും. ഇവിടെ ആൻസർ കംപ്ലീറ്റ് ആണോ? ആൻസർ കംപ്ലീറ്റ് ആണോ? എക്സിന്റെ പ്ലേസിൽ എക്സ് ആണോ? നോ. എക്സിന്റെ പ്ലേസിൽ ആരുണ്ട്? എക്സിന്റെ പ്ലേസിൽ 1 - 2x² കിടക്കുന്നു അല്ലെ? എക്സിന്റെ പ്ലേസിൽ ആര് കിടക്കുന്നു? 1 - 2x² കിടക്കുന്നു. അപ്പൊ നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് കൂടെ കാണണം? ആ 1 - 2x² ഡെറിവേറ്റീവ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ആൻസർ കംപ്ലീറ്റ് ആവും. ഇൻറ്റു 1. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് 1? is a constant, so derivative 0. Next -2x² ആണ്. -2x². Listen. ഇപ്പോൾ -2 ആകുമ്പോൾ സാറേ -2 നിങ്ങൾ വിചാരിക്കും സാറേ -2 കോൺസ്റ്റന്റ് അല്ലേ? ഒന്ന് കോൺസ്റ്റന്റ് ആണെങ്കിൽ -2 കോൺസ്റ്റന്റ് അപ്പോൾ 0 അല്ലേ? അല്ല. അതായത് -2ന്റെ കൂടെ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? -2 കോൺസ്റ്റന്റ് ഒറ്റയ്ക്കല്ല. കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ 0 എഴുതുക. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ആദ്യമാണ് ഇടുക. അപ്പോൾ കോൺസ്റ്റന്റും ഫംഗ്ഷനും കൂടെ ചേർന്ന് വന്നാൽ നമ്മൾ കോൺസ്റ്റന്റിന് ഒന്നും ചെയ്യേണ്ട. കോൺസ്റ്റന്റ് പാവം കോൺസ്റ്റന്റ് -2 അതിനെ ഇടുന്നു. ഇനി എന്ത് ചെയ്യണം? x² ഡെറിവേറ്റീവ് ആണ്. x² ഏത് ഫോം? s² ഏത് ഫോം? x⁻n ഫോം. x⁻n ഡെറിവേറ്റീവ് n × x⁻n−1. സോ n ന്റെ സ്ഥാനത്ത് എന്താ അവിടെ? n ന്റെ സ്ഥാനത്ത് 2. x⁻n−1 ആകുമ്പോൾ 2 - 1. So listen please. Question എന്താണ് മക്കളെ? Question y is equal to root of 1 - 2x². നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് 1 - 2x² അല്ലേ? അത് കാണുമ്പോഴേ നമുക്കറിയാം ഏത് ഫോമാണ്? റൂട്ട് എക്സ് ഫോമാണ്. അപ്പോഴേ നമ്മളെ മനസ്സിൽ ഫോമുല വന്നില്ലേ? എന്താണ് ഫോമുല? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ 1/2 റൂട്ട് എക്സ്. എന്താണ് എക്സ്? 1 - 2x². പിന്നെ സാർ എന്താ പറഞ്ഞു? എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ലാതെ പകരക്കാരൻ വന്നാൽ അവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് കൂടി കാണണോ? ഇനി 1 - 2x² ഡെറിവേറ്റീവ് കൂടി കാണണം. അത് നമ്മൾ ആദ്യം 1 എടുത്തു. 1 മാത്രമല്ലേ ഉള്ളൂ? 1 കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ്? 0. നെക്സ്റ്റ് -2x². ആ -2x² എന്താണ്? -2x²ല് കോൺസ്റ്റന്റ് ആയ -2 ഉണ്ട്, x² ഉണ്ട്. കോൺസ്റ്റന്റ് മാത്രമല്ല. അപ്പോൾ കോൺസ്റ്റന്റിന്റെ കൂടെ ഫംഗ്ഷനും കൂടെ ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് അറിയണം കിടുക. ഓക്കെ, കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണെങ്കിൽ ഡെറിവേറ്റീവ് 0. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കോൺസ്റ്റന്റ് അറിയണം കിടുക. പിന്നെ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് x² ഡെറിവേറ്റീവ് ആണ്. x² ഡെറിവേറ്റീവ് ഏത് ഫോമാണ്? x⁻n ഫോമാണ്. ഏത് ഫോമാണ്? x⁻n ഫോമാണ്. എന്താ x⁻n ഡെറിവേറ്റീവ്? n × x⁻n−1. എന്റെ സാർ എന്താണ്? 2 × x⁻n−1 ആണ് 2 - 1. ഓക്കെ, സോ നെക്സ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് ഓഫ് 1 - 2x² ഇൻറ്റു ഇവിടെ 0 നത്തിങ് -2 × -4 x⁻1 2 - 1 x⁻1 സിംപ്ലി x എഴുതിയാൽ മതി. നമുക്ക് ഈ 2 4 ക്യാൻസൽ ചെയ്യാം. ഈ 2 4 ക്യാൻസൽ ചെയ്യാം. ഈ 2 4 ക്യാൻസൽ ചെയ്യുന്ന കൂടെ 2 വരും. സോ ദ ഫൈനൽ ആൻസർ -2x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - 2x². അതാണ് dy/dx. എല്ലാവരും മനസ്സിലാക്കി? ഡൗട്ട് ഉണ്ടോ നോക്ക് പ്ലീസ്. ഡൗട്ട് നോക്കിയേ. ഡൗട്ട് ഉണ്ടോ? കറക്റ്റ് ആയിട്ട് നോക്കണേ. Next question. Next question. Differentiate y is equal to tan x⁻12. Differentiate y is equal to tan x⁻12. Differentiate tan x⁻12 differentiate ചെയ്യണം. അപ്പോൾ മീൻസ് ഇതിന്റെ ഡെറിവേറ്റീവ് കാണണം. y is equal to tan x⁻12. അപ്പോൾ ഡിഫറൻഷിയേറ്റ് y is equal to tan x⁻12. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, y is equal to tan x⁻12. y is equal to tan x⁻12. tan ഏത് ഫോം? ഏത് ഡെറിവേറ്റീവ് ഫോം? tan x ഫോം. ഏത് ഫോം? tan x. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് tan x? tan x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. tan x c²x. എന്താണ് tan x? c²x. നമ്മൾ dy/dx ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ dy/dx is equal to tan x ന്റെ
സി സ്ക്വയർ എക്സ്. അപ്പൊ ടാൻ എക്സ് റൈസ് ടു 12 സി സ്ക്വയർ എക്സ് റൈസ് ടു 12 അല്ലേ? ടാൻ എക്സിൻ്റെത് സി സ്ക്വയർ എക്സ്. അപ്പൊ ടാൻ എക്സ് റൈസ് ടു 12 സി സ്ക്വയർ എക്സ് റൈസ് ടു 12 കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? നോ. എക്സിന്റെ പ്ലേസിൽ എന്തല്ല? എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ല. എക്സിന്റെ പ്ലേസിൽ എന്തല്ല? എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ല. എക്സിന് പകരം ആര് വന്നു? എക്സിന് പകരം ഇവിടെ ആരാ ഉള്ളത്? എക്സ് റൈസ് ടു 12 അല്ലെ? എക്സിന്റെ പ്ലേസിൽ എക്സ് റൈസ് ടു 12 ആണ്. സോ നമ്മൾ ആര് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആ പകരം വന്ന അല്ലെ, ആ പകരം വന്ന ടേമിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു 12? ഏത് ഫോമാണ് എക്സ് റൈസ് ടു 12? എക്സ് റൈസ് ടു എൻ ഫോം ആണ്. എന്താണ് എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ്? എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. സോ എന്താണ് 12 ഇൻറ്റു എക്സ് റൈസ് ടു 12 മൈനസ് 1. വാട്ട് ഈസ് 12 മൈനസ് 1? 11. Okay, so the final answer 12 x raised to 11 c square x raised to 12. Clear? നോക്കി, ക്ലിയർ ആയി നോക്കി, ഡൗട്ട് ഉണ്ടോ നോക്കി, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കണേ. Okay, next question. Next question, differentiate. Differentiate sin root x with respect to x. Sin root x with respect to x. എല്ലാവരും മനസ്സിൽ കാണും. എല്ലാവരും മനസ്സിൽ കണ്ടേ ആൻസർ. നിങ്ങൾ തന്നെ സാറ് പഠിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും ആൻസർ മനസ്സിൽ കണ്ടേ. സൈൻ റൂട്ട് എക്സ്. എല്ലാവരും മനസ്സിൽ ആൻസർ വന്നോ? എല്ലാവരും മനസ്സിൽ ആൻസർ വന്നോ? എല്ലാവരും മൈൻഡിൽ ആൻസർ വന്നോ? ഓക്കെ, ആൻസർ ഉണ്ടല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ? സാർ ഇനി പറയാം. അപ്പൊ നിങ്ങളുടെ ആൻസറും എൻ്റെ ആൻസറും കറക്റ്റ് ആണോ നോക്കുക. ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് എടുത്തു. y is equal to sin root x. നമുക്ക് dy by dx ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലേ? dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ dy by dx is equal to sin x ന്റെ എന്താ? sin x ന്റേത് cos x. അപ്പോൾ sin root x ന്റേത് cos root x. sin root x ന്റെ cos root x. ആൻസർ കംപ്ലീറ്റ് ആണോ? നോ അല്ലേ? സൈൻ എക്സ് ആണ് കോസ് എക്സ്. അപ്പൊ സൈൻ റൂട്ട് എക്സ് ആകുമ്പോൾ കോസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സിന്റെ പ്ലേസിൽ ആരാ? എക്സിന്റെ പ്ലേസ് റൂട്ട് എക്സ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എക്സ് അല്ലേ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ കോസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സിന് പകരം റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുക. റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ്. സോ ദ ഫൈനൽ ആൻസർ കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ്. ഇതായിരുന്നു എല്ലാവരെയും ഫൈനൽ. എല്ലാവരെയും മനസ്സിലുള്ള ആൻസർ നോക്കി. ഇതായിരുന്നു കിട്ടിയ ആൻസർ തന്നല്ലോ, ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് റൂട്ട് സൈൻ എക്സ്. ഡിഫറൻഷിയേറ്റ് റൂട്ട് സൈൻ എക്സ്. എല്ലാവരും മനസ്സിൽ ആൻസർ ഉണ്ടേ? പെട്ടെന്ന് റൂട്ട് സൈൻ എക്സ്. എല്ലാവരും മനസ്സിൽ ആൻസർ തരട്ടെ. ആണോ? റൂട്ട് സൈൻ എക്സ് ഏത് ഫോമാണ്? അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? സോ നമുക്ക് ചെയ്യാം. y is equal to root sin x dy by dx is equal to root sin x ഏത് ഫോം? റൂട്ട് സൈൻ എക്സ് റൂട്ട് എക്സ് ഫോം അല്ലേ? റൂട്ട് സൈൻ എക്സ് ഏത് ഫോമാണ് മക്കളെ? റൂട്ട് എക്സ് ഫോമാണ്. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സ് ആകുമ്പോൾ എക്സിന് പകരം സൈൻ എക്സ്. ആൻസർ കംപ്ലീറ്റ് ആണോ? അപ്പോൾ റൂട്ട് എക്സ് ആകുമ്പോൾ 1/2 റൂട്ട് എക്സ്. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ആയതുകൊണ്ട് 1/2 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു യെസ്. അവിടെ എക്സിന്റെ പ്ലേസ് എക്സ് അല്ല അല്ലേ? എക്സിന്റെ പ്ലേസ് എക്സ് അല്ല. എക്സിന്റെ പ്ലേസ് ആരാണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ ആ പകരക്കാരൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്? എന്താണ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. അപ്പോൾ ഇൻറ്റു കോസ് എക്സ്. സോ ദ ഫൈനൽ ആൻസർ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട് സൈൻ എക്സ്. cos x divided by 2 root of sin x. Clear? Doubt illalo? Next question.
Next question. Differentiate sin root, നമ്മൾ നേരത്തെ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻ, sin root x plus root sin x with respect to x. ഇവിടെ രണ്ട് ടേം ഉണ്ട്, നമ്മൾ പ്ലസ് 1 ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഡെറിവേറ്റീവ് ആണപ്പോൾ. അപ്പം ഈ രണ്ട് ടേം ഉണ്ടെങ്കിൽ അതിന് ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? ഇവിടെ പ്രോഡക്റ്റ് റൂൾ ആണോ? നോ, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ അല്ല അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ പ്രോഡക്റ്റ്, ഇവിടെ സമ്മാണ്. അപ്പോൾ സമ്മാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ പ്ലസ് 1 പഠിച്ചു. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് രണ്ടിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടായി. മനസ്സിലായി മക്കളെ? അപ്പോൾ പ്ലസോ മൈനസോ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക, സിമ്പിൾ കറക്റ്റ് ഇടുക, നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുക. ഇൻറ്റു ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. സോ y ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ കൊടുക്കുക, y ഈസ് ഈക്വൽ ടു sin root x പ്ലസ് root sin x. sin root x plus root sin x. Then dy by dx find out ചെയ്യാം. dy by dx is equal to the derivative sin root x. sin root x ഏത് ഫോം? sin x ഫോം അല്ലേ. sin root x ഏത് ഫോം? sin x ഫോം. sin x ൻ്റെത് cos x. അപ്പോൾ sin root x ൻ്റെത് cos root x ഇൻറ്റു കംപ്ലീറ്റ് ആയോ? ഇല്ല, എക്സിന്റെ പ്ലേസ് എന്താണ്? റൂട്ട് എക്സ് ആണ്. അപ്പോൾ ആ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ഡെറിവേറ്റീവ്? റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് പ്ലസ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി ഏതിന്റെ ഡെറിവേറ്റീവ് ആണ്? റൂട്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. റൂട്ട് സൈൻ എക്സ് ഏത് ഫോമാണ്? റൂട്ട് എക്സ് ഫോമാണ്. റൂട്ട് സൈൻ എക്സ് ഏത് ഫോമാണ്? റൂട്ട് എക്സ് ഫോം. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ട് എക്സിന്റെ 1/2 റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ എന്താണ് മക്കളെ? 1/2 റൂട്ട് എക്സ്. അപ്പോൾ 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്. എക്സിന് വരാം സൈൻ എക്സ്. തീർന്നോ? ഇല്ല, എക്സിന്റെ സ്ഥാനത്ത് ഏതാണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? പകരക്കാരൻ ഡെറിവേറ്റീവ് വേണ്ടി. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് സൈൻ എക്സ്? കോസ് എക്സ്. അപ്പോൾ ഇൻറ്റു കോസ് എക്സ്. സോ ആൻസർ cos root x divided by 2 root x plus cos x by 2 root sin x. ഡൗട്ട് ആണോ? നോക്കിയേ മക്കളെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയേ. ക്ലിയർ? അവിടെ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു, പ്ലസ് സിമ്പിൾ ഇട്ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഒരു പ്ലസും ഇവിടെ മൈനസ് ആയാലും ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, മൈനസ് സിമ്പിൾ ഇടുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Differentiate sin of cos x square. നല്ല ക്വസ്റ്റ്യൻ ആണ്. sin of cos x square dx. sin of cos x square with respect to x. Differentiate sin of cos x square with respect to x. Sin of cos x square with respect to x. നമുക്ക് ചെയ്യാം. ഫസ്റ്റിലെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ y എന്ന് അപ്ലൈ ചെയ്യുക. y is equal to sin of cos x square. y is equal to sin of cos x square. Okay. dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യാം. എല്ലാവരെയും മനസ്സിലായ ആൻസർ? ഫസ്റ്റ് ആൻസർ ആയോ? sin x ഫോം അല്ലേ? എന്താണ് sin x ന്റെ ഡെറിവേറ്റീവ്? sin x ന്റെ ഡെറിവേറ്റീവ് cos x അല്ലേ? ഇപ്പൊ sin x ന്റെ cos x ആയതുകൊണ്ട് cos എന്താണ് x ന്റെ പ്ലേസിൽ? sin x. ഇത്രയാണ് x. ഇവിടുന്ന് ഇവിടെ വരെ x ആണ്. sin x ന്റെ cos x. x ന് വരെ cos x square. ഇത്രയും ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും എല്ലാവർക്കും മനസ്സിലായ?
സൈൻ എക്സ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് യൂഷ്വൽ ഫോമില് സൈൻ ഓഫ് എക്സ് കോസ് എക്സ്. കോസ് ഓഫ് എക്സ് ഇത്രയാണ് കോസ് എക്സ്. വീണ്ടും പ്രശ്നം, ഇവിടെ എക്സിന്റെ പ്ലേസ് എക്സ് ആണോ? എക്സിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻസ് കൂടുന്നുണ്ട് അല്ല, സൈനും കോസും ഒക്കെ വന്നു. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ പഠിച്ച സിമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു. സോ സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ. ഇപ്പൊ സൈൻ ഓഫ് എക്സ് ഫോം. ഇപ്പൊ സൈൻ ഓഫ് എക്സ് ഫോം ആകുമ്പോൾ സൈൻ എക്സിൻ്റെത് കോസ് എക്സ്, സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. അപ്പൊ കോസ് എക്സ്. ഇനി എക്സിന്റെ പ്ലേസ് എന്തുവാ? എക്സിന്റെ പ്ലേസ് എക്സ് ആണോ? നോ. അപ്പൊ എക്സിന്റെ പ്ലേസ് എക്സ് അല്ല. എന്താ എക്സിന്റെ പ്ലേസില്? കോസ് എക്സ് സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് കാണണം? വീണ്ടും ആരുടെ ഡെറിവേറ്റീവ് കാണണം? കോസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് കാണണം. ശ്രദ്ധിച്ചിരിക്കുക. സൈൻ ഓഫ് എക്സ് ഫോം. സൈൻ ഓഫ് എക്സ് ഫോം ആയതുകൊണ്ട് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സൈൻ എക്സ് കോസ് എക്സ്. എക്സിന് പകരം കോസ് എക്സ് സ്ക്വയർ. അപ്പൊ കോസ് എക്സ് സ്ക്വയർ. ഇനി ഇവിടെ എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, എക്സിന്റെ പ്ലേസ് കോസ് എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് കോസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. അപ്പൊ കോസ് എക്സ് സ്ക്വയറിന്റെയോ? കോസ് എക്സ് സ്ക്വയറിന്റെ കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്. അപ്പൊ കോസ് എക്സ് സ്ക്വയറിന്റെ ഇൻറ്റു മൈനസ് സൈൻ എക്സ് സ്ക്വയർ. ആൻസർ കംപ്ലീറ്റ് ആയോ? all of you ആൻസർ കംപ്ലീറ്റ് ആയോ? ഇത്രയേ ഉള്ളൂ ആൻസർ. ചെക്ക്. സൈൻ എക്സ് കോസ് എക്സ്. സൈൻ ഓഫ് എക്സ് ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ്. സാധാരണ സാറ് പറഞ്ഞു എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, അത് കോസ് എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് കോസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് കാണണം. കോസ് എക്സ് സ്ക്വയർ ഏത് ഫോമാണ്? കോസ് എക്സ് ഫോമാണ്. എന്താണ് കോസ് എക്സിൻ്റെത്? മൈനസ് സൈൻ എക്സ്. അപ്പൊ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആകുമ്പോൾ കോസ് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് സൈൻ എക്സ് സ്ക്വയർ. ആൻസർ കംപ്ലീറ്റ് ആയോ? നോ, ആൻസർ കംപ്ലീറ്റ് ആയില്ല. സൈൻ കോസ് എക്സ് സ്ക്വയർ. കോസ് എക്സ് സ്ക്വയർ. അവിടെ എക്സിന്റെ പ്ലേസ് വീണ്ടും ആര് കിടക്കുന്നു? ദുഷ്ടൻ. ആ എക്സിന്റെ പ്ലേസിൽ ആരുണ്ട്? വീണ്ടും എക്സിന്റെ പ്ലേസ് എക്സ് സ്ക്വയർ ഉണ്ട്. നമുക്ക് നല്ലോണം ശ്രദ്ധിക്കുക. എക്സിന്റെ പ്ലേസ് വീണ്ടും കിടക്കുന്നു എക്സ് സ്ക്വയർ. അതുകൊണ്ട് അവന്റെ ഡെറിവേറ്റീവ് കൂടെ കണ്ടാലേ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആവും. ഓക്കെ മക്കളെ, ആദ്യം സൈൻ ഓഫ് എക്സ് കോസ് ഓഫ് എക്സ്. സൈൻ ഓഫ് എക്സ് കോസ് ഓഫ് എക്സ്. വീണ്ടും സാറ് പറഞ്ഞു എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, അതുകൊണ്ട് ആ പകരക്കാരൻ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്തു. എക്സിന്റെ പ്ലേസ് കോസ് എക്സ് സ്ക്വയർ. സോ കോസ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് കോസ് എക്സ് ഫോം. അപ്പൊ കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ്. സോ കോസ് എക്സ് സ്ക്വയറിന്റെ മൈനസ് സൈൻ എക്സ് സ്ക്വയർ ഇൻറ്റു വീണ്ടും എക്സിന്റെ പ്ലേസിൽ എക്സ് അല്ല, എക്സിന്റെ പ്ലേസ് എക്സ് സ്ക്വയർ ആണ്. സോ വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? എക്സ് സ്ക്വയർ ഏത് ഫോമാണ്? എക്സ് റൈസ് ടു എൻ ഫോമാണ്. എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. അപ്പൊ എക്സ് സ്ക്വയർ ആകുമ്പോൾ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1, ദാറ്റ് ഈസ് 2x. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? 2x ഇൻറ്റു 2x. ഇപ്പോഴേ ആൻസർ കംപ്ലീറ്റ് ആയോ? ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആദ്യം സിമ്പിൾ മൈനസ് ആദ്യം ഇടാം. മൈനസ് 2x ഫസ്റ്റ് ഇടാം. 2x സൈൻ എക്സ് സ്ക്വയർ കോസ് ഓഫ് കോസ് എക്സ് സ്ക്വയർ. എല്ലാവരും കറക്റ്റ് ആയിട്ട് നോക്കിയേ. ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ മക്കളെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കൂ പ്ലീസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയേ. സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സൈൻ എക്സിൻ്റെത് കോസ് എക്സ്. എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, പകരക്കാരനുണ്ട് ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ കോസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ കോസ് എക്സ് സ്ക്വയറിൻ്റെത് മൈനസ് സൈൻ എക്സ് സ്ക്വയർ. വീണ്ടും എക്സിന്റെ പ്ലേസ് എക്സ് അല്ല, എക്സിന്റെ വരെ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. ഓക്കെ, ക്ലിയർ? നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. differentiate seek tan root x. Seek tan root x with respect to x. Differentiate seek tan root x with respect to x.
ഓക്കെ, നമുക്ക് ചെയ്യാം. റെഡി? ഡിഫറൻഷിയേറ്റ് sec of tan root x with respect to x. Listen, first function y is equal to sec tan root x. Sec tan root x. Y is equal to sec tan root x. Okay. Please listen. Y is equal to sec of tan root x. ഇവിടെ dy by dx കാണാൻ പോകാം. ഓക്കെ, കാണാം. ഡെറിവേറ്റീവ് sec x ഏത് ഫോമാണ്? sec x. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് sec x? sec x ന്റെ sec x tan x. sec x ന്റെ ഡെറിവേറ്റീവ് എന്താ മക്കളെ? sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. അപ്പോൾ നോക്കാം ഇവിടെ sec ന്റേത് sec x. വാട്ട് ഈസ് x? വാട്ട് ഈസ് x? tan root x. sec x ന്റെ sec x tan x. tan x എന്താണ്? tan root x. ഇത്രയും നമുക്ക് മനസ്സിലായോ? ഇത്രയും സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായോ? sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x. sec x tan x. ആൻസർ കംപ്ലീറ്റ് ആയില്ല. x ന്റെ പ്ലേസ് എന്താണ്? x ന്റെ പ്ലേസ് x അല്ല. x ന്റെ പ്ലേസ് എന്തൊരു? tan root x. x ന്റെ പ്ലേസ് tan root x. അപ്പോൾ നമ്മൾ ഈ ആരുടെ ഡെറിവേറ്റീവ് കാണണം? tan root x ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് tan root x? ഏത് ഫോം ആണ്? tan root x ഏത് ഫോം? tan x ഫോം. tan root x ഏത് ഫോം മക്കളെ? tan root x ഏത് ഫോം? tan x ഫോം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് tan x? വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് tan x? sec square x. എന്താണ്? sec square x. അപ്പോൾ tan root x ന്റേത് sec square root x. sec square root x. tan root x sec square root x. ആൻസർ കംപ്ലീറ്റ് ആയോ? tan x ആണെങ്കിൽ c square x ഇവിടെ കംപ്ലീറ്റ്. പക്ഷേ ഇവിടെ tan root x ആണ്. അപ്പോൾ c square root x. സോ ഇവിടെ x ന്റെ പ്ലേസ് x അല്ല. x ന്റെ പ്ലേസ് എഗൈൻ എന്താണ്? x ന്റെ പ്ലേസിൽ root x ആണ്. എന്താണ് മക്കളെ? x ന്റെ പ്ലേസ് root x ആണ്. അപ്പോൾ നമ്മൾ ആരുടെ ഡെറിവേറ്റീവ് കൂടി കാണണം? root x ന്റെ ഡെറിവേറ്റീവ് കൂടി കാണണം. വാട്ട് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് root x? root x ന്റെ ഡെറിവേറ്റീവ് 1/2 root x. ഇപ്പോഴേ ആൻസർ കംപ്ലീറ്റ് ആയോ? ഓക്കെ, once more please. y is equal to sec of tan root x. sec of tan root x നമുക്ക് dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ dy by dx ഫൈൻഡ് ഔട്ട് ചെയ്യാൻ sec x ഫോം ആണ്. sec x ന്റെ ഡെറിവേറ്റീവ് ഫോം നമുക്കറിയാം. sec x ന്റേത് sec x tan x. സോ sec tan root x ആകുമ്പോൾ sec tan root x tan root x ഇൻറ്റു ഇവിടെ x ന്റെ പ്ലേസിൽ എന്താണ്? sec x. x ന്റെ പ്ലേസ് എന്താണ്? tan root x ആണ്. അതുകൊണ്ട് x ന്റെ പ്ലേസിലുള്ള ആ പകരക്കാരന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ tan root x ന്റെ ഡെറിവേറ്റീവ് കാണണം. tan root x ഏത് ഫോമാണ്? tan root x tan x ഫോമാണ്. എന്താണ് tan x ന്റെ ഡെറിവേറ്റീവ്? c square x. അപ്പോൾ tan root x ആകുമ്പോൾ c square root x. tan root x c square root x. എഗൈൻ x ന്റെ പ്ലേസ് x ആണോ? അല്ല, x ന്റെ പ്ലേസ് x അല്ല. എന്താണ്? root x ആണ്. എഗൈൻ ആരുടെ കാണണം? root x നെ കാണണം. വാട്ട് ഈസ് ദി root x? root x ന്റെ 1/2 root x. ഓക്കെ, ഫൈനൽ ആൻസർ നമുക്ക് c square root x sec tan root x into tan root x the whole divided by 2 root x. ആൻസർ മനസ്സിലായി? നോക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയേ മക്കളെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി. ഡൗട്ട് ഉണ്ടോ? നല്ലോണം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. sec of tan root x. അപ്പോൾ sec x ന്റേത് sec x tan x. അപ്പോൾ sec of tan root x ആകുമ്പോൾ sec tan root x into tan root x into നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ x ന്റെ പ്ലേസ് എന്തല്ല? x അല്ല. x ന്റെ പ്ലേസ് എന്താണ്? tan root x ആണ്. tan root x ആകുമ്പോൾ ഏത് ഫോം? tan x ഫോം. tan x ന്റെ എന്താണ്? c square x. അപ്പോൾ tan root x ന്റെ ആകുമ്പോൾ c square root x. എഗൈൻ x ന്റെ പ്ലേസ് എന്തല്ല? x അല്ല, root x ആണ്. root x 1/2 root x അറേഞ്ച് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത് മതി. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു പുതിയ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്ത് ചാപ്റ്ററിൻ്റെ പേര് എഴുതുക, കറക്റ്റായിട്ട് എഴുതുക. സാറ് ആദ്യം പഠിപ്പിച്ച ഫോമുല, ഒരു ഫോമുല ഇടയ്ക്ക് പറഞ്ഞിട്ട് സാറ് ഡെറിവേറ്റീവ് എക്സ് റേസ് ചെയ്യുന്ന അതും കൂടെ ആ ഫോമുലയിൽ അവിടെ എഴുതുക. ഡെറിവേറ്റീവ് എക്സ് റേസ് ഇൻറ്റു എക്സ് റേസ് 10 - 1 ഫോമുല കറക്റ്റായിട്ട് ഫോമുല എഴുതുക. പിന്നെ പ്രോഡക്റ്റുകൾ എഴുതുക, കോഷ്യൻ്റുകൾ എഴുതുക. എന്നിട്ട് നമ്മൾ ആദ്യം കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. പ്രോബ്ലംസ് ഓരോന്നോരോന്നായി നല്ലോണം ചെയ്യുക.
മറ്റേ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം. ഓക്കെ, നല്ലോണം പഠിക്കുക. ആദ്യം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് ഓരോ കറക്റ്റായിട്ട് ആ കറക്റ്റ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കറക്റ്റ് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ് സാറ് പറയാമ്പോൾ നിങ്ങൾ വരാൻ. ക്ലാസ് പഠിക്കാതെ വരല്ലേ, പഠിച്ചിട്ട് വരണം. അപ്പോൾ നമ്മൾ ഈസിയായിട്ട് കുറച്ച് സമയം മെനക്കെട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.